ഓ ടു എ നൈറ്റിംഗേൾ ബൈ ജോൺ കീറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജോൺ കീറ്റ്സ് ഒരു മോസ്റ്റ് സെലിബ്രേറ്റഡ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ പോയട്രിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയിലാണ് അദ്ദേഹം എഴുതുന്നത്. ബ്യൂട്ടി, ഡെത്ത്, ആർട്ട്, വളരെ സെൻഷ്വൽ ആയിട്ടുള്ള ഇമേജസ് ഒക്കെയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. പിന്നെ ജോൺ കീറ്റ്സിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ഓ ടു എ നൈറ്റിംഗേൾ നമുക്ക് പഠിക്കാനുള്ളത്, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, ടു ഓട്ടം, പിന്നെ അതുപോലെ തന്നെ ലാബെല്ലെ ഡാംസെയിൻസ് മേഴ്സി. പിന്നെ ട്യൂബർക്കുലോസിസ് വന്ന് അദ്ദേഹം 25 ഇയേഴ്സിലാണ് മരിക്കുന്നത് കേട്ടോ. അറ്റ് ഏജ് ഓഫ് 25 ആണ് അദ്ദേഹം മരിക്കുന്നത്. സോ ഓ ടു എ നൈറ്റിംഗേളിൻ്റെ സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷൻ നോക്കാം. സ്റ്റാൻസ 1-നകത്ത് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റിനൊരു കൈൻഡ് ഓഫ് ഡീപ്പ് നംബ്നെസ് ഫീൽ ചെയ്യുന്നു. എന്തോ ഭയങ്കര ഒരു ഇൻഡിഫറൻസ് പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു കോൾഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നു. ഒരു ഡ്രഗ് എടുത്ത പോലൊരു ഫീലിംഗ്. അപ്പോൾ ഈ ഒരു ഡ്രൗസിനെസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സ്ലീപ്പിനെസ്സിൽ നിന്ന്, ഈ ഒരു സ്ലീപ്പിനെസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് എന്തെങ്കിലും വിഷമം കൊണ്ടോ ഒന്നും അല്ല വന്നത്, പക്ഷേ ഫ്രം ആൻ എക്സസീവ് ഹാപ്പിനെസ്. ആ ഒരു സ്റ്റേജിൽ നിന്നാണ് ഭയങ്കര എക്സ്ട്രീമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് നംബ്നെസ് വന്നത്, ഈ ഒരു ലേസിനെസ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സ്ലീപ്പിനെസ് വന്നത്. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ എന്ത് കേട്ടിട്ടാണ് ഈ ഒരു എക്സസീവ് ഹാപ്പിനെസ് വന്നത്? ബിക്കോസ് ഹി ഹേർഡ് എ നൈറ്റിംഗേൾ സിംഗിങ്. ഒരു നൈറ്റിംഗേൾ പാടുന്ന കേട്ടിട്ട് ഇദ്ദേഹത്തിന് എക്സ്ട്രീം ആയിട്ടൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുകയും ആ ഒരു എക്സ്റ്റാറ്റിക് ജോയ് ഇദ്ദേഹത്തിന് ഒരു കൈൻഡ് ഓഫ് ഡ്രഗ് അടിച്ച ഒരു ഫീലിംഗ് പോലെ, അല്ലെങ്കിൽ ഒരു ഡ്രൗസിനെസ്സിലോട്ട് കൊണ്ടുപോവാണ്. ഈ ബേർഡ് കെയർ ഫ്രീ ആൻഡ് ബ്ലെസ്ഡ് ആയിട്ട് നിന്നാണ് പാടുന്നത്. ഒന്നും ആലോചിക്കാതെ, ഒന്നും നോക്കണ്ട, ബേർഡിൻ്റെ ലൈഫിൽ ഒരു വറീസും ഇല്ല, വളരെ ഫ്രീ ആയിട്ട് കാഷ്വലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, പാടിക്കൊണ്ടേയിരിക്കുവാണ്. സോ ഹ്യൂമൻ സോറോയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ ഹാപ്പിനെസ് ആൻഡ് ജോയ്ഫുൾ ആയിട്ടാണ് ഈ മ്യൂസിക് നമ്മുടെ പോയറ്റിൻ്റെ ചെവിയിൽ കേൾക്കുന്നത്. സ്റ്റാൻസ 2-നകത്ത് ജോൺ കീറ്റ്സ് വിഷ് ചെയ്യുവാണ്, കുറച്ച് വൈൻ കിട്ടിയിരുന്നെങ്കിൽ ആ വൈൻ കുടിച്ചിട്ട് അദ്ദേഹത്തിന് ഈ ബേർഡിൻ്റെ വേൾഡിലോട്ട്, അതായത് ബേർഡിൻ്റെ വേൾഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര കെയർ ഫ്രീ ആയിട്ടുള്ള വേൾഡാണ്. ഒരു വറീസ് ഇല്ല, ഹ്യൂമൻ ബീങ്സിൻ്റെ കണക്കുള്ള സോറോസോ ഒന്നും ഇല്ല, അല്ലേ? അപ്പോൾ ബേർഡിൻ്റെ ആ ഒരു വേൾഡിലോട്ട് ഒരു വൈൻ കുടിച്ച് അദ്ദേഹത്തിന് അങ്ങ് ട്രാൻസ്പോർട്ട് ചെയ്ത് അങ്ങോട്ടങ്ങ് പോയാൽ മതി എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഹി വോണ്ടഡ് ടു എസ്കേപ്പ് ഫ്രം ദിസ് ഹ്യൂമൻ സഫറിങ്സ്. അപ്പോൾ ഈ ഹ്യൂമൻ ലൈഫിൻ്റെ ട്രബിൾസിൽ നിന്ന് ഇദ്ദേഹത്തിന് എസ്കേപ്പ് ചെയ്യണം. ഹ്യൂമൻ ലൈഫിലെ ട്രബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയർനെസ്, അതായത് ടയർഡ്നെസ്, ഫീവർ, അല്ലെങ്കിൽ എന്താണ് വിഷമങ്ങൾ, ഇതിനകത്ത് നിന്നൊക്കെ ഇദ്ദേഹത്തിന് രക്ഷപ്പെട്ടിട്ട് ഈ നൈറ്റിംഗേളിൻ്റെ ഈ ഒരു സോങ്ങിലോട്ട് ഇദ്ദേഹത്തിന് അങ്ങ് അലിഞ്ഞു ചേരാനായിട്ട് ആർക്ക് തോന്നുവാണ്? ജോൺ കീറ്റ്സിന് തോന്നുവാണ്. ഈ നൈറ്റിംഗേളിൻ്റെ സോങ്ങിനെ ഇദ്ദേഹം എറ്റേണൽ സോങ് എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എറ്റേണൽ സോങ് എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇമ്മോർട്ടൽ സോങ് എന്നാണ് പറയുന്നത്. സ്റ്റാൻസ 3-കകത്ത് അദ്ദേഹം ആ ബേർഡിൻ്റെ ജോയ്ഫുൾ ലൈഫും ഹ്യൂമൻ ബീയിങ്സിൻ്റെ സഫറിങ്സും വെച്ചിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുവാണ്. ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ യങ് ആയിട്ട്, നമ്മൾ ചൈൽഡ്ഹുഡ് പീരീഡ്, നമ്മൾ നല്ല ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പീരീഡ്, നമ്മൾ വളർന്ന് വലുതാവുന്നു, അഡൾട്ട് ആവുന്നു, പിന്നീട് മാരീഡ് ലൈഫ്, പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഓൾഡ് ഏജ് ആവുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ. ഓൾഡ് ഏജ് എന്ന് വെച്ചാൽ പെയിനാണ്, ബോഡി ഫിസിക്കലി നമ്മൾ വീക്ക് ആവുന്നു, ആ യങ് ലവ് ഒക്കെ ഫെയ്ഡ് ആവുന്നു, ആ ജോയ് എന്ന് പറയുന്നത് പിന്നീട് ഡെസ്പയർ ആയിട്ട് മാറുന്നു, ലാസ്റ്റ് നമ്മൾ മോർട്ടാലിറ്റിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കീറ്റ്സ് പറയുവാണ്, ഈ വേൾഡ് ഓഫ് സിക്നസ് ആൻഡ് സോറോയിൽ നിന്ന്, ഈ ഹ്യൂമൻ വേൾഡ് ഓഫ് സിക്നസ് ആൻഡ് സോറോയിൽ നിന്ന് അദ്ദേഹത്തിന് ഈ ബേർഡിൻ്റെ ഈ ഒരു വേൾഡിലോട്ട് എറ്റേണലി അദ്ദേഹത്തിന് അങ്ങ് പോകണം, അല്ലെങ്കിൽ അവിടെ പോയി താമസിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്റ്റാൻസ 4-നകത്ത് പോയിട്ട് വിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോയട്രിയിലൂടെ അദ്ദേഹത്തിന് എസ്കേപ്പ് ചെയ്യണം, നോട്ട് ത്രൂ വൈൻ. ആദ്യം പറഞ്ഞു വൈൻ, പിന്നീട് പറയാണ് കവിതയിലൂടെ, അല്ലെങ്കിൽ കവിത എഴുതിയും അതിനകത്തൂടെ എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കണം. ആ ഒരു ഇമാജിനേഷനാണ് ഇദ്ദേഹത്തിന് വിങ്സ് ആയിട്ട് ഇദ്ദേഹം കമ്പയർ ചെയ്യുവാണ്. അതായത് കവിത എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോയിറ്റ് നീഡ്സ് ഇമാജിനേഷൻ. ആ ഇമാജിനേഷൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദറ്റ് ഇമാജിനേഷൻ ദ പോയിറ്റ് വിൽ ബി ക്രാഫ്റ്റിംഗ് ദി പോം. ആ ഒരു ഇമാജിനേഷനിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഹീ ക്യാൻ എസ്കേപ്പ് ഫ്രം ദി ഹ്യൂമൻ ട്രബിൾസ്. അപ്പോൾ പറയുവാണ്, അതാണ് ഈ ഇമാജിനേഷനാണ്, കവിത എഴുതാനുള്ള ഇമാജിനേഷനാണ് അദ്ദേഹത്തിൻ്റെ വിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിറകെന്ന് പറയുന്നത്. ഈ ഇമാജിനേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം മറ്റൊരു വേൾഡിലോട്ട് എസ്കേപ്പ് ആയി പോകുന്നത്. അത് കവിത എഴുതുന്നതിലൂടെ, അല്ലെങ്കിൽ ഇമാജിനേഷൻ്റെ ഹെൽപ്പോട് കൂടിയാണ് സാധിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിന് എവിടെ പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഈ ഇമാജിനേഷൻ വെച്ചിട്ട് നൈറ്റിംഗേളിൻ്റെ വേൾഡിൽ പോകണം, വിത്തൗട്ട് ഫിസിക്കലി മൂവ് ചെയ്യേണ്ട. അദ്ദേഹത്തിൻ്റെ മൈൻഡിൻ്റെ ക്രിയേറ്റീവ് പവറോട് കൂടി, അല്ലെങ്കിൽ ക്രിയേറ്റീവ് പവറിൻ്റെ അല്ലെങ്കിൽ ഇമാജിനേഷൻ്റെ ഹെൽപ്പോട് കൂടി ഇദ്ദേഹത്തിന് മൈൻഡ് വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം ഈ ഒരു നൈറ്റിംഗേളിൻ്റെ ജോയസ് വേൾഡിലോട്ട്.
സ്റ്റാൻസ 5-നകത്ത് കീറ്റ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഫോറസ്റ്റിലെ ഡാർക്ക്നെസ്സിൽ ഇങ്ങനെ നിൽക്കുവാണ്. അവിടെ മൂൺലൈറ്റ് മാത്രമേ ഉള്ളൂ. അത് ലീവ്സിൻ്റെ ആ ഇടയിലൂടെ ഫിൽട്ടർ ചെയ്തിട്ടാണ് മൂൺലൈറ്റ് താഴോട്ട് വീഴുന്നത് ഫോറസ്റ്റിലോട്ട്. അദ്ദേഹത്തിന് ഫ്ലവേഴ്സ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ ഫ്രേഗ്രൻസ് സ്മെൽ ചെയ്യാൻ സാധിക്കുന്നു. അദ്ദേഹം അതിൻ്റെ ബ്യൂട്ടിയെ ഇമാജിൻ ചെയ്യുവാണ്. രാത്രിയായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് തന്നെ വേണ്ട, നമുക്ക് കാഴ്ച വേണ്ട. ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലത്തോട്ട് പല കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് നമുക്ക് ജോയ്ഫുൾ ആയിട്ട് മൂവ് ചെയ്യാം. സ്റ്റാൻസ 6-നകത്ത് അദ്ദേഹം വീണ്ടും ബേർഡിൻ്റെ സോങ് ലിസൺ ചെയ്യുന്നു. ആൻഡ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈ നൈറ്റിംഗേൾ എന്ന് പറഞ്ഞ ഇമ്മോർട്ടൽ ആണെന്ന് അദ്ദേഹം പറയുവാണ്. കാരണം ഈ ഒരു സോങ് എന്ന് പറയുന്നത് പണ്ടുകാലത്ത് രാജാക്കന്മാർ കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ടുകാലത്തെ ബൈബിളിലെ ക്യാരക്ടേഴ്സ് കേട്ടിട്ടുണ്ടായിരിക്കും. കൗണ്ട്ലെസ് ജനറേഷൻസ് ഈ നൈറ്റിംഗേളിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയെന്ന് വെച്ചാൽ ഈ നൈറ്റിംഗേൾ, ഇത് പാടുന്ന നൈറ്റിംഗേളും ആ പാട്ടെന്ന് പറയുന്നത് വളരെ ഇമ്മോർട്ടലായിട്ട് ഒരിക്കലും നാശമില്ലാത്തതായിട്ട് ഇദ്ദേഹത്തിന് തോന്നുവാണ്. അപ്പോൾ ആ ബേർഡ് സിംബലൈസ് ചെയ്യുന്ന എന്തിനെയാണ്? എറ്റേണൽ ആർട്ടിനെയാണ് കാണിക്കുന്നത്. ആർട്ടിന് ഒരിക്കലും മരണമില്ല. ഒരു പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിലും ഒരു ഫിലിം ആണെന്നുണ്ടെങ്കിലും അല്ലേ, ഒരു പോം ആണെന്നുണ്ടെങ്കിലും അത് റൈറ്റേഴ്സ് മരിച്ചു പോയാലും അതിൻ്റെ പെയിൻറ്റേഴ്സ് മരിച്ചു പോയാലും അത് ക്രാഫ്റ്റ് ചെയ്ത ആൾ മരിച്ചു പോയാലും ആർട്ടിസ്റ്റ് മരിച്ചു പോയാലും അത് അങ്ങനെ തന്നെ പെർമനൻ്റ് ആയിട്ട് ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് മരിച്ചാലും ആർട്ട് സർവൈവ് ചെയ്യും. അതുപോലെയാണ് ഈ ബേർഡിൻ്റെ പാട്ടെന്ന് പറയുന്നത്. സ്റ്റാൻസ 7-നകത്ത് പോയിറ്റിൻ്റെ മൂഡ് കുറച്ചും കൂടി ഡീപ്പൻ ചെയ്യുവാണ്. ഹി വിഷസ് ടു ഡൈ വൈൽ ലിസണിങ് ടു ദി ബേർഡ് സോങ്. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് അങ്ങ് മരിച്ചു പോയെങ്കിലും ആഗ്രഹിക്കുവാണ്, പോയിട്ട് ആഗ്രഹിക്കുവാണ്. ആസ് ഇറ്റ് വുഡ് ബി പെയിൻലെസ്. കാരണം ഈ പാട്ട് കേട്ടുകൊണ്ടുള്ള മരണമായതുകൊണ്ട് വളരെ പെയിൻലെസ് ആയിട്ടുള്ള മരണം, അല്ലെങ്കിൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെത്ത് ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെതെന്ന് പറയുവാണ്. എന്നുവെച്ചാൽ അതിങ്ങനെ ആസ്വദിച്ച് കേട്ടുകൊണ്ടിരുന്ന് മരിക്കണം. അപ്പോൾ ബേർഡ് പക്ഷേ ഇയാൾ മരിച്ചാലും എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും സിംഗിങ്. അദ്ദേഹത്തിൻ്റെ മരണമൊന്നും ബേർഡിനെ എഫക്റ്റ് ചെയ്യത്തില്ല. അതായത് നേച്ചർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഫേറ്റിൽ ഇൻഡിഫറൻ്റ് ആണ്. നേച്ചർ ഈസ് നോട്ട് അറ്റ് ഓൾ എഫക്റ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ലൈഫ്, അല്ലെങ്കിൽ സോറോസ്, അല്ലെങ്കിൽ ട്രബിൾസ്. സ്റ്റാൻസ 8-നകത്ത് ഫോർലോൺ എന്നുള്ള വേർഡ് ഇദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡീപ്പായിട്ടുള്ള ആ ഒരു ഡ്രൗസി സ്റ്റേജിൽ നിന്ന് ഉണരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഉണർന്നു എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഫോർലോൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നു. അതായത് അദ്ദേഹം ഈ ഒരു ഡ്രീമിൽ നിന്ന് അവേക്കൻ ചെയ്യുന്നു. അദ്ദേഹം എന്നിട്ട് മനസ്സിലാക്കി, അദ്ദേഹം ഒരു കാര്യം റിയലൈസ് ചെയ്തു, ദാറ്റ് ഹീ കനോട്ട് ലിവ് ഇൻ ദി ബേർഡ്സ് വേൾഡ്. അപ്പം നൈറ്റിംഗേളിൻ്റെ സോങ് ആ സമയത്ത് അപ്പോൾ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുവാണ് ഇത് എക്സ്പീരിയൻസ് റിയൽ ആയിരുന്നോ അതൊരു ഡ്രീം ആയിരുന്നോ എന്ന്. ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഈ പോം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന തീംസ് എന്താണെന്ന് വെച്ചാൽ മോർട്ടാലിറ്റിയെക്കുറിച്ചും ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ചും പറയുന്നു. ഹ്യൂമൻ ബീയിങ്സിൻ്റെ സഫറിങ്ങും ഡെത്തും. പക്ഷേ നൈറ്റിംഗേളിൻ്റെ പാട്ട് വളരെ എറ്റേണലാണ്, അതിന് മരണമില്ല. പോയറ്റ് പിന്നീട് പറയുന്ന എസ്കേപ്പിസം. പോയറ്റിന് ഹ്യൂമൻ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രബിൾസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. എങ്ങനെ? വൈനിലൂടെ, ഇമാജിനേഷനിലൂടെ, പോയട്രിയിലൂടെ. നേച്ചർ ആൻഡ് ആർട്ട്. നൈറ്റിംഗേൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നേച്ചറിൻ്റെ പെർഫെക്ഷനെയാണ്, ആൻഡ് ആർട്ടിൻ്റെ ആ ഒരു ടൈംലെസ് പവറിനെ. ഹ്യൂമൻ ലൈഫ് ഫ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഡീക്കേ ആൻഡ് ലോസ്. പക്ഷേ ബേർഡിൻ്റെ സോങ് പെർമനൻസിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഇമാജിനേഷൻ ആണോ റിയാലിറ്റി ആണോ എന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യ. അദ്ദേഹം ഒരു ഡ്രീം വേൾഡിലോട്ട് എൻ്റർ ചെയ്തു, പക്ഷെ പിന്നീട് റിയാലിറ്റി പുൾസും ബാക്ക്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പോം എക്സ്പ്രസ് ചെയ്യുന്നൊരു റൊമാൻറ്റിക് ഐഡിയയാണ് കേട്ടോ കാണിക്കുന്നത്. ബ്യൂട്ടിയും സാഡ്നെസ്സും ഡീപ്ലി കണക്റ്റഡ് ആണ് എന്നുള്ളത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻസ 1-നകത്തുള്ള പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മൈ സെൻസ് ആസ് ദോ ഓഫ് ഹെംലോക്ക്. ഹെംലോക്ക് എന്ന് വെച്ചാൽ ഒരു പോയിസൺ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു സിമിലി, ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. നൈറ്റിംഗേളിനെ ലൈറ്റ് വിങ്ഡ് ഡ്രയാഡ് എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഒരു വുഡ്ലൻഡ് സ്പിരിറ്റാണ്, ഒരു ഫോറസ്റ്റിലൊക്കെ കാണുന്ന ഒരു സ്പിരിറ്റാണ് ഡ്രയാഡ്. ഈ നൈറ്റിംഗേളിനെ ലൈറ്റ് വിങ്ഡ് ഡ്രയാഡ് എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് പേഴ്സോണിഫിക്കേഷനാണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻ ബീങ് ക്വാളിറ്റീസ് നമ്മൾ ഇങ്ങനത്തുള്ള ഒബ്ജക്ട്സിന് നമ്മൾ, അല്ലെങ്കിൽ ബേർഡ്സിനെ, ആനിമൽസിനൊക്കെ നമ്മൾ, അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സിന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ നൈറ്റിംഗേളിനെ ഒരു സ്പിരിറ്റായിട്ട്, ആത്മാവായിട്ട് കമ്പയർ ചെയ്യുവാണ്. സ്റ്റാൻസ 2-നകത്തും എന്താ പറയുക, ഒരു ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലഷ്ഫുൾ ഹിപ്പോക്രീ എന്നും പറഞ്ഞൊരു ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇമേജറിക്ക് എക്സാമ്പിളാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻസ 3-കകത്ത് റെപ്പറ്റീഷൻ വരുന്നുണ്ട്. ഫെയ്ഡ് ആൻഡ് ഫോർഗെറ്റ്, അലിട്രേഷൻ വരുന്നുണ്ട്. ഫെയ്ഡ് ഫാർ, സെൽഫ് സെയിം സോങ്. പിന്നെന്താണ്, സ്റ്റാൻസ 4-നകത്തും മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. വ്യൂലെസ് വിങ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻസ 7 ആണെന്നുണ്ടെങ്കിലും സ്റ്റാൻസ 8 ആണെന്നുണ്ടെങ്കിലും
അലിട്രേഷൻ വരുന്നുണ്ട്, അതായത് ആ സ്പീച്ച് സൗണ്ടിൻ്റെ റെപ്പറ്റീഷൻ വരുന്നുണ്ട്. വ് എന്നുള്ള സൗണ്ട് വരുന്നുണ്ട് സ്റ്റാൻസ 8-നകത്ത് ഫസ്റ്റ് ലൈനിനകത്ത്. വാസ് ഇറ്റ് എ വിഷൻ ഓർ എ വേക്കിംഗ്, ആ വ് സൗണ്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻസ 7-നകത്ത് സിമിലി വരുന്നുണ്ട്. ദ വെരി വേർഡ് ഇസ് ലൈക്ക് എ ബെൽ, ഫോർലോൺ എന്നുള്ളൊരു വേർഡ് പറഞ്ഞിട്ടേ ദ വെരി വേർഡ് ഇസ് ലൈക്ക് എ ബെൽ എന്നുള്ളത് അവിടെ എന്താണ് വരുന്നത്, സിമിലിയാണ് വരുന്നത്. പിന്നെ ആ ബെൽ എന്നുള്ളതൊരു ഇമേജറിയാണ്, ടോളിംഗ് ബെൽ എന്നുള്ളത് സൗണ്ട് ഇമേജറിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആർട്ടിൻ്റെ പെർമനൻസ്, ഹ്യൂമൻ ബീങ്സിൻ്റെ സഫറിങ്സ്, ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ.